പോകുന്നത്? സിസ്റ്റർ, നമ്മുടെ മാതാവിന്റെ പിറവിത്തിരുന്നാൾ വരുവാണല്ലോ. അപ്പൊ 8 നോമ്പ് എടുക്കുന്ന എന്തിനാ? ഇപ്പൊ മാർത്തോമാ നസ്രാണി സഭ അറിയപ്പെടുന്നത് തന്നെ നോമ്പിന്റെ സ്നേഹിതരെന്നാണ്. സിസ്റ്ററെ, മാതാവ് ദൈവമല്ലല്ലോ, പിന്നെന്തിനാ എല്ലാവരും മാതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത്? മാതാവിനോടുള്ള ഭക്തി എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പരിശുദ്ധ അമ്മയായിട്ടുള്ള ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് 2 തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മൾ സഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയെ വണങ്ങുക എന്നുള്ളതാണ്, ഒരിക്കലും പരിശുദ്ധ അമ്മയെ ആരാധിക്കുക എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ആ ഭക്തി പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ അത് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന പരിശുദ്ധ അമ്മയിലേക്ക് പോകുക എന്നുള്ളത് വലിയൊരു അപകടം അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് പരിശുദ്ധ അമ്മയെ വണങ്ങേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ള. അപ്പം ചില പെന്തക്കോസ്തൽ വിഭാഗങ്ങളൊക്കെ നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനും കഴിയും. അതായത് മുട്ടത്തോടിനോടൊക്കെ പരിശുദ്ധ അമ്മ ഉപമിക്കുന്ന ചില രീതികളൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ സഭ ഔദ്യോഗികമായിട്ട് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വിശുദ്ധരോടുള്ള വണക്കത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. അത് ധൂളിയ എന്നുള്ളതാണ്. അത് വിശുദ്ധരോടുള്ള വണക്കം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും വണക്കവും കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദം ഇതല്ല, ഹൈപ്പർ ധൂളിയ എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ഉപരിയായിട്ടുള്ള ഒരു വണക്കമാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എല്ലാവരും പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് പോകുന്നു എന്നുള്ളത് ബൈബിളിലെ ഒരു സംഭവത്തെ മുൻനിർത്തി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ബൈബിളിൽ കാനായിലെ കല്യാണം ഒക്കെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ളിൽ അവിടെ വീണ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് ചെന്ന് ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ചോദിക്കുന്നത്, സ്ത്രീയെ എനിക്ക് നിനക്കും എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുന്നത്. അതായത് ഈശോയുടെ സമയമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈശോയുടെ രക്ഷാകര സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ കുരിശിലേക്കുള്ള യാത്രയുടെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ടും ഈശോ പരിശുദ്ധ അമ്മ പറഞ്ഞതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ശൂന്യമായിരിക്കുന്ന കൽഭരണികളിൽ വീഞ്ഞു നിറയ്ക്കാൻ. അപ്പോൾ ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് നിഷേധിക്കാനാവില്ല എന്നുള്ളതാണ്. പിന്നെ പരിശുദ്ധ അമ്മ ഈ പരിചാരകരോട് പറയുന്ന ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യാനാണ് പറയുന്നത്. അതായത് പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മളെ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കാനോ പ്രാർത്ഥിക്കാനോ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ, ദൈവം പറയുന്നത് എന്തോ അത് ചെയ്യാനാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പം ഈ നിലയ്ക്കാണ് നമ്മൾ മാതാവിന് ഈശോയുടെ അടുക്കൽ ഈശോയുടെ അമ്മ ആയതുകൊണ്ട് തന്നെ വലിയ മാധ്യസ്ഥ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പോകുന്നത്. പക്ഷേ ആ മാധ്യസ്ഥ്യം ഒരിക്കലും ആരാധനയാകാൻ പാടില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സിസ്റ്റർ, മാതാവിന് നമ്മൾ അമലോത്ഭവമായിട്ട് ജനിച്ചതാണല്ലോ പറയുന്നത്. അപ്പൊ അമലോത്ഭവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അമലോത്ഭവം എന്ന വാക്കിന്റെ അർത്ഥം പരിശുദ്ധമായിട്ടുള്ള ഉത്ഭവം അല്ലെങ്കിൽ ജനനം എന്നാണ്. അതായത് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ ജനനത്തിൽ തന്നെ പരിശുദ്ധിയായിട്ടാണ് പിറന്നു വീണത് എന്നുള്ളതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ വേദപാഠത്തിനൊക്കെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് ജന്മപാപവും കർമ്മപാപവും. അപ്പോൾ ജന്മപാപം നമ്മൾ പരിഹരിക്കപ്പെടുന്നത് മാമോദീസായിലൂടെയാണ്. പക്ഷേ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ജനനത്തിൽ തന്നെ പരിശുദ്ധയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുള്ളൊരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈശോ തീർച്ചയായിട്ടും ദൈവമായിരുന്നു. അപ്പം ദൈവത്തെ സംവഹിക്കേണ്ടവൾ പരിശുദ്ധയായിരിക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. നമ്മൾ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെളിയിൽ ചവിട്ടാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ. എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം പരമപരിശുദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് കടന്നു വരേണ്ടിയിരുന്ന ആലയം അത്രമേ പരിശുദ്ധമായിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇതിന് പിന്നിലുള്ളത്. 1854 9-ാം പിയൂസ് പാപ്പായാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. സിസ്റ്റർ, നമ്മുടെ മാതാവിന്റെ പിറവിത്തിരുന്നാൾ വരുവാണല്ലോ. അപ്പൊ 8 നോമ്പ് എടുക്കുന്നത് എന്തിനാ? 8 നോമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് വിവരിക്കാം. നമ്മുടെ സഭയിൽ നമ്മൾ 3 നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ്, ഇങ്ങനെ പല നോമ്പുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ മാർത്തോമാ നസ്രാണി സഭ അറിയപ്പെടുന്നത് തന്നെ നോമ്പിന്റെ സ്നേഹിതരെന്നാണ്. അത്തരത്തിൽ 8 നോമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 9-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂര് മുഹമ്മദിയർ പിടിച്ചെടുക്കുകയും ക്രൈസ്തവരായിട്ടുള്ള പെൺകുട്ടികളെ അവർ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും ഒക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടി എന്ന് പറയുന്ന ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടിപ്പു സുൽത്താൻ്റെ ഭരണസമയത്തും
പോർച്ചുഗീസുകാർ ഇവിടെ കേരളത്തിലേക്ക് വന്ന സമയത്തുമൊക്കെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴിയാണ് അവരുടെ വിശുദ്ധിയെ അല്ലെങ്കിൽ ചാരിത്രത്തെ അവർ കാത്തു സൂക്ഷിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതേ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് എട്ടുനോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതായത് ജീവിത വിശുദ്ധിയിൽ എന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം പ്രത്യേകമായിട്ട് തേടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ എട്ടുനോമ്പ് എടുക്കുന്നത്.